എമ്പുരാൻ സിനിമ കണ്ടില്ലല്ലോ? ഇല്ല, കാണാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. നന്നായി. ഏതായാലും ഇപ്പോൾ എമ്പുരാൻ സിനിമയുടെ ഇപ്പോഴത്തെ റിപ്പോർട്ടുകളൊക്കെ തിയേറ്ററൊക്കെ പലയിടത്തും കാലിയാണ്. ബുക്ക് മൈ ഷോ ഒക്കെ നോക്കുമ്പോൾ സീറ്റുകൾ കാലിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ സിനിമ കണ്ട ചില ആളുകൾ, രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ചില ആളുകൾ പറഞ്ഞു ഈ സിനിമയ്ക്കകത്തൊന്നുമില്ല, നിങ്ങൾ ഈ സംഘികളുമൊക്കെ ആയിട്ടുള്ള ആളുകൾ ബഹളം വെച്ചതുകൊണ്ട് കുറേ പ്രീ ബുക്കിംഗ് കിട്ടി, അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് ചത്തുപോകേണ്ട ഒരു സിനിമയായിരുന്നു എമ്പുരാൻ എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ആവശ്യമില്ലാത്തൊരു ബഹളം ഇപ്പോൾ നടന്നിട്ടുണ്ടോ? അതായത് എമ്പുരാൻ സിനിമ വന്ന സമയത്ത് അതിങ്ങോട്ട് വരുന്നത് തന്നെ ഇതെന്തോ മഹാത്ഭുതം സംഭവിക്കാം. അതെ അതെ, ലോക സിനിമയിലെ അത്ഭുതം. അതായത് മലയാള സിനിമ ലോകത്തിൻ്റെക്ക് എത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ലോക സിനിമയെ വെല്ലുവിളിക്കുന്നു എന്നും കൂടി പറഞ്ഞു. അതിനകത്ത് പല ഭാഗങ്ങളും അങ്ങനെയാണ് വരുന്നത്. 160 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു. 200 പറഞ്ഞു. അതെ, അത് ഇപ്പം ഞാൻ കൂടിക്കൊണ്ടിരിക്കാം, ചിലപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ എന്തായാലും ഒരു കാര്യമുണ്ട്, ഇതൊരു മലയാള സിനിമയാണ് എന്നുണ്ടെങ്കിൽ ഈ 160 കോടി പോയിട്ട് 60 കോടി ചെലവഴിച്ചാൽ പോലും തിരിച്ചു പിടിക്കാനുള്ള മാർക്കറ്റില്ല മലയാള സിനിമയ്ക്കില്ല. മലയാള സിനിമ ചെറിയ ഇൻഡസ്ട്രി, ചെറിയ ഭാഷ, ചെറിയ ഇൻഡസ്ട്രി അത്രയുള്ളത്, അതിനപ്പുറത്തേക്കില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഇതിന് ഒരു ഓവർ ഹൈപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ രീതിയിൽ തന്നെ ഇതിൻ്റെ പിന്നിലൊരു പ്രചരണം നടത്തിയിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ വരുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇത് ഒരു സംഘടനയും ഇത് കട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടില്ല. ആരും ആവശ്യപ്പെട്ടില്ല, ഒരാളും ആവശ്യപ്പെട്ടു. ബഹിഷ്കരിക്കണമെന്നും പറഞ്ഞില്ല. BJP എടുത്ത നിലപാട് സിനിമയുടെ രീതിയിൽ പോട്ടെ, സിനിമയായി കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. BJPയുടെ നിലപാട് അതായിരുന്നു. അപ്പോൾ BJP തിയേറ്ററിൽ പോയിട്ട് മുദ്രാവാക്യം വിളിക്കാനോ ഒന്നും നിന്നിട്ടില്ല. സംഘപരിവാർ സംഘടനകളതിനകത്ത് ഇടപെട്ടിട്ടേ ഇല്ല. പക്ഷേ നിർമ്മാതാക്കളും സംവിധായകനും നടനും പ്രധാന നടനും കൂടി ചേർന്ന് പറയുന്നു അതിൽ കാണിക്കാൻ വയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട്, ഞങ്ങളത് മാറ്റാൻ പോയിടുന്നു പറഞ്ഞു. അതുകൊണ്ട് ആകെ പ്രശ്നം സംഭവിക്കുന്ന ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻസർ ബോർഡിനാണ്. അതെ, കാരണം ഈ കാണിക്കാൻ വയ്യാത്ത കാര്യങ്ങളുണ്ട് എന്ന് നിർമ്മാതാക്കളും സംവിധായകനും പ്രധാന നടനും ബോധ്യപ്പെട്ടിട്ട് ഇവർക്ക് അത് ബോധ്യപ്പെട്ടില്ല. എന്തുകൊണ്ട് ബോധ്യപ്പെട്ടില്ല എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ട, അത് അവരുത്തരം പറയേണ്ട ഒരു കാര്യമാണ്. അതിന് എന്ത് ഉത്തരം പറഞ്ഞാലും ശരിയാണ്, അവരെ ഈ പണിക്ക് കൊള്ളില്ല എന്നുള്ള കാര്യം അവർ തെളിയിച്ചു കഴിഞ്ഞു. വേറെ എന്തിനു പറ്റും എന്നുള്ള കാര്യം അവർ തന്നെ തീരുമാനിച്ചോട്ടെ. പക്ഷേ ഈ സിനിമ സെൻസറിങ് എന്ന് പറയുന്നൊരു കാര്യത്തിന്, വിശേഷിച്ചും ഗോദ്ര സംഭവത്തെ പോലുള്ള ഒരു സംഭവത്തെ ആസ്പദമാക്കി ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ മറച്ചു വെച്ചെടുത്തു അല്ല, അതിൻ്റെ ചരിത്ര വസ്തുതകൾ അറിയണം. ആ ചരിത്ര വസ്തുതകൾ ഏത് തരത്തിലായിരിക്കും ജനങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള കാര്യം സെൻസർ ബോർഡ് മനസ്സിലാക്കേണ്ടതാണ്. അതൊന്നും സെൻസർ ബോർഡ് മനസ്സിലാക്കിയില്ല എന്നാണ് തെളിയുന്നത്. പക്ഷെ അതിൻ്റെ പേരിൽ ഇവർ തന്നെ പറഞ്ഞത് ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ പിന്മാറിയാണ്, ഞങ്ങളിത് കട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. പക്ഷെ കട്ട് ചെയ്യാൻ പോകുന്നു എന്ന് ഇവർ പറഞ്ഞപ്പോഴേക്കും തന്നെ ജനങ്ങൾ സിനിമ കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. ജനങ്ങൾ ആ സിനിമയെ കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ ഒരു കാര്യം ഇനിയിപ്പോൾ ലളിതമായിട്ട്, ഈ സിനിമ എന്ന മീഡിയ ഉണ്ടല്ലോ, ആ മീഡിയവും ഇറലവൻ്റായിട്ട് മാറാൻ അപ്രസക്തമാകാൻ പോവുകയാണ്. ടെലിവിഷൻ അപ്രസക്തമായി എന്ന് പറയുന്ന രീതിയിൽ വേണ്ട. നമുക്ക് കുറച്ചുകൂടി പുറകിലേക്ക് പോകാം. കേരളത്തിൽ ഏറ്റവും ശക്തമായ മീഡിയം നാടകമായിരുന്നു. പിന്നീട് കഥാപ്രസംഗം വന്നു. കഥാപ്രസംഗം കാണാനായിട്ട് 10,000-കണക്കിന് ആളുകൾ തടിച്ചു കൂടുന്നതിന് ഞാൻ സാക്ഷിയാണ്. എനിക്കും അറിയാം. ഞാൻ ഈ സാംബശിവന്റെയും കടാമംഗലം സദാനന്ദന്റെയും ഇടക്കൊച്ചി പ്രഭാകരനൊക്കെ ഇവിടെ കഥ പറയുന്ന സമയത്ത് 10,000-കണക്കിന് ആളുകളാണ് തടിച്ചുകൂടി രാത്രി ഇരുന്ന്. അതൊക്കെ അപ്രസക്തമായി. അതെല്ലാം അപ്രസക്തമാകുന്ന സമയത്ത് ഏറ്റവും പ്രസക്തമായിട്ട് വന്നത് ഈ സിനിമയാണ്. സിനിമയിൽ സൂപ്പർ താരങ്ങളെ സൃഷ്ടിച്ചത് തറട്ടിക്കറ്റുകാരനാണ്. അവിടെ ഇരുന്ന് വിസിലടിച്ചതും കൈയടിച്ചതും ജയ് വിളിച്ചും സൂപ്പർ താരങ്ങളെ സൃഷ്ടിച്ചത്. പക്ഷേ ഇന്ന് ആ സിനിമ കൊട്ടക എന്ന സങ്കല്പം മാറിയിട്ട് സ്ക്രീനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കാണുന്ന ഒരു 80 പേര് 60 പേര് ഒക്കെയാണ് ഒരു സ്ക്രീനിൽ വരുന്നത്, ഒരു സ്ക്രീൻ കാണാൻ വേണ്ടിയിട്ടുള്ളത് വരുന്നത്. ശരിയാണ്. ഇപ്പോൾ തിയേറ്റർ എന്ന് പറയുന്നത് സ്ക്രീൻ അതിനകത്ത് അത്രയും പേരേ വരുന്നുള്ളൂ. അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറ ടിക്കറ്റുകാരേ ഇല്ല. എല്ലാവരും വളരെ ഇതാണ്. 150 രൂപ ശരാശരി മുടക്കണം ഒരു ടിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ പച്ചവെള്ളം കുടിക്കണം. അതിനൊക്കെ ഒടുക്കത്തെ കാശുമാണ്. എല്ലാം കൂടി വരുന്നിട്ട് ഒരു കുടുംബം സിനിമയിലേക്ക് അച്ഛൻ, അമ്മ, 2 മക്കൾ അടങ്ങുന്ന ഒരു കുടുംബം ഒരു സിനിമ കണ്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഒരു 5,000 രൂപ ചിലവാകും.
ഈ 5000 രൂപ നഗരങ്ങളിൽ, മെട്രോ നഗരങ്ങളിൽ ഇവിടെ ഇപ്പോൾ സാറിന് അറിയില്ല, ഇവിടെ എമ്പുരാൻ സിനിമ നമ്മുടെ സെൻട്രൽ മാളിൽ ഈ ഐമാക്സിൽ വന്നു. ഐമാക്സിൽ 500 രൂപയായിരുന്നു റേറ്റ്, ഇതിന് 900 രൂപയായിരുന്നു ഒരു ടിക്കറ്റിന്. അതായത് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് റേറ്റ് വരെ ഇവർ കൂട്ടിയിട്ടാണ് ചെയ്തിരുന്നത്. കാരണം കാശ് കിട്ടാൻ, പരമാവധി കാശ് കിട്ടാൻ, പോക്കറ്റടിയാണ്. പക്ഷെ അപ്പോഴെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ കെൽപ്പുള്ളവനെ തിയേറ്ററിലേക്ക് എത്തുന്നുള്ളൂ. അതെ. അപ്പോൾ ഇത് കൊടുക്കാൻ 5000 രൂപ ഒരു മാസത്തിൽ 2 വട്ടം പോകണമെന്നല്ലെങ്കിൽ 10000 രൂപ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ കഴിവുള്ളവർ കേരളത്തിൽ ഇപ്പോഴും കുറവാണ്. ഇപ്പോഴും 15000-16000 രൂപയ്ക്കാണ് മിക്ക ആളുകളും ജോലി ചെയ്യുന്നത്. അല്ലെങ്കിൽ വേണ്ട 20,000-25,000 രൂപ കിട്ടിയാൽ പോലും അവരുടെ കുടുംബത്തിൻ്റെ ചിലവെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി അവർക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനില്ല. അപ്പോൾ തറ ടിക്കറ്റുകാരൻ സിനിമയിൽ നിന്ന് പോയി. ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇനി ഇതിന് ശേഷം ഈ സൂപ്പർ താരങ്ങളുണ്ടല്ലോ, സൂപ്പർ താരങ്ങളൊന്നും ഉണ്ടാകില്ല. അതെന്താ? സൂപ്പർ താരങ്ങളെ സൃഷ്ടിക്കേണ്ടത് ആരാണ്? തറ ടിക്കറ്റുകാരാണ്. പിന്നെ മലയാളി സിനിമ കണ്ടിരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. 1 കഥ അറിയാൻ, 2 പാട്ട് കേൾക്കാൻ, 3 അടി ഇടി ഡപ്പാക്കുത്ത്, സെക്സും സ്റ്റണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പാട്ടിപ്പോൾ സിനിമ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടേ ഇല്ല. പക്ഷേ പഴയ സിനിമകളെല്ലാം നിലനിൽക്കുന്നത് പാട്ടിൻ്റെ പുറത്താണ്. അതെ. നമുക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും, എനിക്കൊരു സംശയമില്ലാത്തൊരു കാര്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീനിയസുകൾ വർക്ക് ചെയ്തത് സിനിമാ സംഗീത സംവിധാന രംഗത്താണ്. അത് രാഘവൻ മാഷായാലും, ബാബുരാജ് ആയാലും, ദക്ഷിണാമൂർത്തി ആയാലും, ദേവരായ മാഷായാലും, അർജുനൻ മാഷായാലും, അതിന് ശേഷം വന്ന തലമുറയിൽപ്പെട്ടവരായിരുന്നാലും, ഇപ്പോൾ മോഹൻ സിതാരയുണ്ട്, മറ്റേ രവീന്ദ്രനുണ്ട്, ജോൺസൺ ഉണ്ട്, ഇങ്ങനെ വരുന്നവരൊക്കെ അവരുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്ത് സിനിമാ സംഗീതം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളവരാണ്. ഇന്നും സിനിമാ പാട്ട് പാടണം എന്നുള്ള സംഗീത റിയാലിറ്റി ഷോകളിൽ പാടുന്നത് ഇവരുടെയൊക്കെ പാട്ടുകളാണ്. അതെ. അത് എവർഗ്രീനാണ്. അപ്പോൾ ഒരു ജീനിയസിൻ്റെ പ്രസൻസ് വന്നതാണ്. പുതിയ സിനിമകളിൽ വന്നപ്പോൾ പാട്ടങ്ങടില്ലാതെയായി. ഇനി പാട്ടാണെന്ന് നമുക്ക് തോന്നത്തുമില്ല, കുറേ ബഹളമാണ്. സൗണ്ടാണ്, സൈലൻസ് ഇല്ല, ശബ്ദം മാത്രം, സൈലൻസ് ഇല്ല. മ്യൂസിക് എന്ന് പറഞ്ഞാൽ സൗണ്ടും സൈലൻസും ഉണ്ട്. ഇത് ലൈബനിസ് എന്ന് പറഞ്ഞ ഒരു ഫിലോസഫറുണ്ട്, അദ്ദേഹം ട്രീറ്റീസ് ഓൺ മ്യൂസിക് എന്ന് പറഞ്ഞൊരു ചെറിയ പ്രബന്ധം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം മ്യൂസിക്കിനെ നിർവചിക്കുന്നത് നമ്പർ ഫെൽറ്റ്, അനുഭവിക്കുന്ന അക്കമാണ് സംഗീതം. അനുഭവിക്കുന്ന അക്കം. നോയിങ് ദാറ്റ് വൺ ഈസ് കൗണ്ടിങ്, നോയിങ് ദാറ്റ് വൺ ഈസ് നോട്ട് കൗണ്ടിങ്. അതായത് അറിയാതെ ഈ എണ്ണം ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന താളത്തിൻ്റെ ചിട്ടപ്പെടുത്തലിലാണ് സംഗീതം വരുന്നത് എന്ന് പറയുന്നുണ്ട്. അവനറിയാതെ താളം പിടിക്കുകയാണ്. അതെ. അതിനകത്ത് ഒരു കാര്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ശബ്ദം പോലെ തന്നെ പ്രധാനമാണ് സൈലൻസ്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് അടിച്ച് അപ്പോൾ ഒരു ശബ്ദം കേട്ട് അതിങ്ങനെ എടുക്കുമ്പോൾ ഒരു സൈലൻസ്. അപ്പോൾ ഈ സൗണ്ടും സൈലൻസും കൂടി വരുന്നതിൽ സൗണ്ട് സൈലൻസിലേക്ക് എത്തിച്ചാണ് നമ്മൾ സംഗീതം ആസ്വദിക്കുന്നത്. ആ സംഗീതം ഇല്ലാതെയായി. പിന്നെ കഥയില്ലല്ലോ. എമ്പുരാനിൽ എന്താ കഥ? ആർക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല കഥ എന്താണെന്ന്. കഥ വേണ്ട എന്ന് ഇവർ തീരുമാനിച്ചു. കഥയില്ല. പിന്നെ എന്താണ്? സംഗീതമില്ല, പാട്ടില്ല. പിന്നെ എന്താണ്? പിന്നെ ആകെ ഉള്ളത് അടി ഇടി ഡപ്പാക്കുത്താണ്. ഈ അടി അതും എന്താണ്? ഒറ്റ ഇടിക്ക് 16 പേര് തെറിച്ചങ്ങ് പോവാണ്. തെറിച്ചു പോകണം 16 പേര്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്ക് അതിൻ്റെ സാച്ചുറേഷൻ പോയിന്റിലെത്തി. അപ്പോൾ ഇപ്പം നടക്കുന്ന ഈ സിനിമകൾ കാണാൻ ഇനി ആളുകൾ ഉണ്ടായില്ല. അപ്പോൾ സിനിമ ഒരു സാംസ്കാരിക പ്രവർത്തനം അല്ലാണ്ടായി മാറും. അല്ല, സിനിമ ഇപ്പോഴേ സിനിമ ഒരു ഇൻഡസ്ട്രിയാണ്. സാംസ്കാരിക പ്രവർത്തനം, കലാപ്രവർത്തനം എന്നൊക്കെ പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. കാരണം ഇത് കോടികൾ മുടക്കി നടത്തുന്ന ഒരു ഗാംബ്ലിംഗ് ആണ്. യഥാർത്ഥം പൈസ തിരിച്ചു കിട്ടണം, അതാണ് ഗാംബ്ലിംഗ് ആണ്. ഇതിനെ ഒരു ഗാംബ്ലിംഗ് എന്നേ പറയാൻ പറ്റും. കാരണം 80% പേർക്കും പണം നഷ്ടപ്പെടുന്ന ഒരു കളി ഗാംബ്ലിംഗ് ആണ്.
പൈസ തിരിച്ച് കിട്ടണം, ലാഭം അല്ല, ഉണ്ടാക്കണം. ഗാംബ്ലിങ്ങിന്റെ പ്രത്യേകത എന്താണ്? ഗാംബ്ലിങ്ങിന്റെ പ്രത്യേകത പങ്കെടുക്കുന്നവരിൽ 90%-നും 80%-നും പണം നഷ്ടമാകും, 10% പേർക്ക് കിട്ടും. അതാണ് ചൂതാട്ടം. അതാണ് ചൂതാട്ടം. ആ ചൂതാട്ടമായിട്ട് സിനിമ മാറിക്കഴിഞ്ഞു. അത് ശരിയാണ് കേട്ടോ. സിനിമ ഒരു ഗാംബ്ലിംഗ് ഗാംബ്ലിംഗ് ആണ്, ഒരു ചൂതാട്ടമാണ്. എല്ലാവർക്കും അറിയാമെങ്കിലും എനിക്കൊന്ന് സാറാണ് ആദ്യമായിട്ട് അത് ക്ലീനായി പറയുന്നത്. ചൂതാട്ടമാണ്. കാരണം ഒരു സിനിമ എന്തുകൊണ്ട് വിജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഉത്തരവില്ല. സിനിമ അങ്ങ് വിജയിച്ചു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് വിജയിച്ച സിനിമയുടെ ഒരു ഫോർമാറ്റ് വെച്ച് വേറൊരു സിനിമ എടുത്താൽ 8 നിലക്ക് പൊട്ടും. പിന്നെ ഒരു നടൻ്റെ സൂക്ഷ്മ അഭിനയ മികവ് കണ്ട് ആസ്വദിക്കാൻ തിയേറ്ററിലെത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. വളരെ കുറവാണ്. ഏത് നടനായാലും സൂക്ഷ്മാഭിനയ മികവ് കണ്ട് അത് ആസ്വദിക്കാൻ വേണ്ടി തിയേറ്ററിലെത്തുന്ന സാധാരണക്കാരാണ്. അവർക്ക് അതിൻ്റെ കൂട്ടത്തിൽ കൂടി ഈ മോഹൻലാലും ഏറ്റവും നമുക്ക് ഉണ്ടായേക്കുന്ന ഒരു മഹാനടൻ എന്ന് പറയാവുന്ന ഒരാൾ ഒരു സംശയവും വേണ്ട മോഹൻലാലാണ്. കാരണം എന്ന് വെച്ചാൽ അഭിനയം ഇത്രയും സൂക്ഷ്മമായ ജന്മസിദ്ധമായിട്ട് അയാൾക്ക് അത് വഴങ്ങുന്നുണ്ട്. അതാണ് അത് വഴങ്ങുന്നുണ്ട് അയാൾ. അതിപ്പോൾ അങ്ങേര് ചെയ്യുന്നതല്ല. ഇതിലെ ഇത് സുശീലാമ്മയെക്കുറിച്ച് ദേവരായ മാഷ് പറഞ്ഞ ഒരു കമൻ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവർ ഈ വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടൊന്നും അല്ല പാടുന്നത്, അവരുടെ ശബ്ദത്തിൽ വികാരമുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ രീതിയിൽ ഈ മോഹൻലാലിൻ്റെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, അയാൾ സ്ക്രീനിൽ നിൽക്കുമ്പോൾ മുൻകൂട്ടി ആലോചിച്ച് ഉറപ്പിച്ചു പോയ ഒരു അഭിനയമല്ല അയാൾ ചെയ്യുന്നത്. അവിടെ നിന്ന് കഴിയുമ്പോഴേക്കും അയാൾ ദൈവത്തിനെ വിളിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് അയാൾക്ക് വരും. അതാണ് ജീനിയസിൻ്റെ ലക്ഷണം. അയാൾ ആ രംഗത്തിന് ജീനിയസാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ജീനിയസുകളെ കാണാൻ വേണ്ടിയിട്ടല്ല ആളുകൾ തിയേറ്ററിൽ പോകുന്നത്. 30 കൊല്ലം മലയാള സിനിമ ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തിയത് ആരാണ്? പ്രേം നസീറാണ്. പ്രേം നസീറിന് ഒരു നടൻ എന്ന നിലക്ക് മോഹൻലാലിൻ്റെ 10-1 അഭിനയസിദ്ധി പോലും ഇല്ലല്ലോ. അതെ, തീർച്ചയായും. അത് ആവശ്യവുമില്ല. ഇപ്പം MGR ആയിരുന്നു വലിയ നടൻ, പക്ഷേ നടന വൈഭവത്തിൽ ശിവാജിയല്ലേ? അതെ, വല്ല സംശയമുണ്ടോ? ശിവാജിയുടെ അഭിനയം കണ്ടിട്ടൊക്കെ നമ്മളിങ്ങനെ വിസ്മയിച്ചിരിക്കും. പക്ഷേ ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തുക, കാരണം ഇത് പണം മുടക്കുന്ന ഇൻഡസ്ട്രിയാണ്, സിനിമ ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് കല രണ്ടാമത് വരുന്നതാണ്, അല്ലെങ്കിൽ മൂന്നാമത് വരുന്നതാണ്. കലാവിദ്യ കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. അല്ലാതെ സിനിമ ഞാൻ കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സിനിമ എടുക്കുന്നു എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് സാറേ, നമ്മൾ പറഞ്ഞല്ലോ, ഇത് സിനിമ പണം മുടക്കുന്ന ആളുകൾ ആ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും പയറ്റും. ആ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു എമ്പുരാൻ്റെ പേരിലുള്ള വിവാദങ്ങൾ. അതായത് എന്നെ കണ്ടാൽ പ്രായം തോന്നിക്കുന്നേ ഇല്ല എന്നൊരു സോപ്പിൻ്റെ പരസ്യം കാണുന്നില്ലേ? ഞാൻ ആ സോപ്പ് പരസ്യം ഇറങ്ങിയ കാലത്ത് ഇട്ടൊന്ന് കുളിച്ചു നോക്കി, ഒരു രക്ഷയില്ല. ഏതോ ഒരു സോപ്പിൽ ഒരു സുന്ദരി പെണ്ണ് വന്നിട്ട് പറയും എന്തോ ഇത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ തൊലിയുടെ മിനിപ്പിൻ്റെ ഇതാണെന്ന്. ആ എൻ്റെ തൊലിയുടെ മിനിപ്പാണ് ഈ സോപ്പിൻ്റെ കാര്യം എന്ന് പറയുന്ന വിശ്വാസ്യത മാത്രമേ എമ്പുരാൻ സിനിമയെക്കുറിച്ച് മോഹൻലാലായാലും മറ്റേ ഗോകുലം ഗോപാലനായാലും പിന്നെ ഇതിൻ്റെ മറ്റേ എന്താണ് ഇതിൻ്റെ സംവിധായകൻ പൃഥ്വിരാജ് ആയാലും ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നതിന് അത്രേ വരില്ല. ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ ഒരു വ്യാജ പ്രചരണമാണത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ പ്രതിഷേധിച്ച ആളുകൾ കുറേ പേരുണ്ടല്ലോ, അവർ പെട്ടുപോയോ? അവരൊരു പക്ഷേ ഇതിനകത്ത് പെട്ടുപോയതുമാകാം, അല്ലെങ്കിൽ പെടിയിച്ചതുമാകാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലക്ഷ്യം ഇത് വിറ്റ് ഇതിൻ്റെ കാശ് കിട്ടണമെന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തൊരു ബേസിക് ക്വസ്റ്റ്യൻ ഇതിനേക്കാൾ അപ്പുറത്തുണ്ട് സുനിലെ. ഇത്രയും ചെറിയ ഒരു ഇൻഡസ്ട്രി, ആകെ 3.5 കോടി ജനങ്ങൾ, ആ 3.5 കോടിയിൽ 50 ലക്ഷം പേരും പുറത്താണ്. 50 ലക്ഷത്തിലധികം പേര്, 50 അല്ല, 75-80 ലക്ഷം പേര് പുറത്താണ്. ബാക്കി അവശേഷിക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. ആ അവശേഷിക്കുന്നവരിൽ ഈ പറയുന്ന രീതിയിൽ സ്ക്രീനിൽ പോയി സിനിമ കാണാൻ ക്രയശേഷിയുള്ള എത്ര പേരുണ്ട്? പരമാവധി 50 ലക്ഷം ഒന്ന് കൂട്ടിയാൽ പോലും ആ 50 ലക്ഷം മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര രൂപ തിരിച്ച് കിട്ടും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു കണക്കുണ്ടല്ലോ. 50 ലക്ഷം ഇൻറ്റു ഒരു 250 വെച്ച് കൂട്ടിയാൽ പോലും ഈ സിനിമയുടെ നിർമ്മാണ ചെലവ് തിരിച്ച് കിട്ടില്ല.
അത് മാത്രമല്ല, ഈ നിർമ്മാതാക്കളുടെ സംഘടനാ നേതാവായ സുരേഷ് കുമാർ പറഞ്ഞത് വളരെ സത്യമാണ്. 80% സിനിമകളും പൊട്ടിപ്പോകുന്നു. 1000 കോടി ഇൻഡസ്ട്രിയിൽ മുടക്കി കഴിഞ്ഞാൽ 900 കോടി നഷ്ടം വരുന്നു. ബാക്കി 100 കോടിയാണ് തിരിച്ചു കിട്ടുന്നത്. ഈ ഗാംബ്ലിങ്ങിൽ, ഈ ചൂതാട്ടത്തിൽ, ആ ചൂതാട്ടത്തിൻ്റെ പണ്ട് നമ്മുടെ മറ്റേതിൽ വെട്ടിമലത്ത് ഒറ്റമലത്ത് കിളിക്കി കുത്ത് എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ അപ്രസക്തമായ രീതിയിൽ ഈ ചൂതാട്ടവും അപ്രസക്തമാകാൻ പോവുകയാണ്. പക്ഷെ ഇപ്പോൾ ജനത്തിന് വേറെ ഓപ്ഷൻ എന്താ? ജനം വേറെ ഓപ്ഷനിലേക്ക് മാറി. ഇപ്പോൾ ആരാണ് കാണുന്നത്? ഇപ്പോൾ ഹാസ്യം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സിനിമ കാണുന്നുണ്ടോ? ഇല്ല. എത്രയോ സീരീസുകൾ വരുന്നു, അത് കണ്ട ആളുകൾ പൊട്ടിച്ചിരിക്കുകയല്ലേ. പിന്നെ സംഗീതം ഇവർ നിർത്തി കഴിഞ്ഞപ്പോഴേക്കും റിയാലിറ്റി ഷോയിൽ പഴയ പാട്ടുകൾ മനോഹരമായിട്ട് കുട്ടികൾ പാടുന്നു. ആ എന്താണ് ആവിർഭാവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കുട്ടി, ആ ജാഹുന്തുക മേത്തുജയൊക്കെ പാടിയ സമയത്ത് നമ്മളിങ്ങനെ വിസ്മയിച്ചിരിക്കുക. എന്തൊരു മനോഹരമായിട്ട് ആ കുട്ടി പാടിയത്. ശരിയാണ്. പതുക്കെ പതുക്കെ സൈലന്റ് ആയിട്ടൊരു വലിയ ഈയിടെ വന്നേക്കണ ആ ഗംഗ എന്ന് പറഞ്ഞ കുട്ടി വയലിൻ വായിക്കുന്ന കുട്ടി, അയ്യോ എന്തൊരു ഇതാണ്, അത്ഭുതമല്ലേ. അപ്പം അവരൊക്കെ വരുമ്പോഴും അവർ പാടുന്ന പാട്ട് ഏതാണ്? പാട്ട് 60 കൊല്ലം 70 കൊല്ലം മുമ്പ് ജീനിയസുകളായിരുന്ന സംഗീത സംവിധായകരും മിടുക്കരായിരുന്ന, ഏറ്റവും മിടുക്കരായിരുന്ന ഗാനരചയിതാക്കൾ, അവർ കവികൾ കൂടിയായിരുന്നു. അവരുണ്ടാക്കിയ പാട്ടുകളാണ് പാടുന്നത്. ഇവരുടെ പാട്ടുകൾ പാടാനും ഇവരുടെ പാട്ടുകൾ കേൾക്കാനും ആരും ഇല്ല. അപ്പോൾ സംഗീതത്തിന് റിയാലിറ്റി ഷോ വന്ന് ഇതിൽ നിന്ന് പോയി ആളുകൾ. ഇപ്പോൾ ആ റിയാലിറ്റി ഷോയിലിരുന്ന് പഴയ പാട്ടുകൾ കുട്ടികൾ പാടുന്നതൊക്കെ കേൾക്കുന്നു. നമ്മുടെ ഈ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വന്നാൽ, അപ്പോൾ എമ്പുരാൻ്റെ പേരിലുണ്ടായിരുന്ന വിവാദം വേണ്ടിയിരുന്നില്ല എന്ന് അഭിപ്രായമുണ്ടോ? എമ്പുരാൻ്റെ പേരിലെന്നല്ല, സിനിമാ രംഗത്തുണ്ടാകുന്ന ഏത് വിവാദവും അതിൻ്റെ മാർക്കറ്റിംഗ് ലക്ഷ്യമാക്കിയിട്ടാണ് നടത്താറുള്ളത്. അല്ലാതെ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. എങ്ങനെയെങ്കിലും ഇത് ആളുകളിലേക്ക് എത്തിക്കണം, എങ്ങനെയെങ്കിലും മാർക്കറ്റിലേക്ക്. ദൃശ്യവിസ്മയം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നില്ലേ, അത്രയല്ലേ. എൻ്റെ ഈ സോപ്പിട്ട് കുളിച്ചാൽ പ്രായം തോന്നിക്കില്ല എന്ന് പറയുന്ന അതേ മനോഭാവം, പ്രായം തോന്നില്ല. സന്തൂർ മമ്മി ഒരു സന്തൂർ മമ്മി പ്രോഡക്റ്റായിട്ടാണ് ഈ സിനിമയെക്കുറിച്ചുള്ള എല്ലാ പ്രചരണങ്ങളും നടന്നു. പക്ഷെ അതിനകത്ത് പക്ഷെ അതിനകത്ത് കണ്ടന്റിൽ കുഴപ്പമുണ്ട്. കാരണം ഒരു സിനിമ ഒരു കല, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത്തരത്തിലുള്ള ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ച് എടുക്കുന്ന സമയത്ത് അത് വസ്തുതകളായിരിക്കും. അല്ല, എനിക്ക് തോന്നിയൊരു കാര്യം എന്താ പറയുക സാറേ, നമ്മുടെ സിനിമ നമ്മളെ സന്തോഷിപ്പിക്കാനാണ്. അത് കണ്ടു കഴിയുമ്പോൾ 2 വിഭാഗങ്ങൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പകയുണ്ടാക്കുന്ന ഒരു കണ്ടന്റാണ് എന്നാണ് കേട്ടത്. അല്ല, അത് അങ്ങനെ ഒരു വിദ്വേഷം, സ്പ്ലിറ്റ്, പക ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റ് സാമൂഹിക വിരുദ്ധമാണ്. സാമൂഹ്യ വിരുദ്ധം എന്നല്ല, അത് കലാവിരുദ്ധവുമാണ്. കലയുടെ ലക്ഷ്യം ഇവർ കലാസൃഷ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങൾ ഉപയോഗിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. പക്ഷേ അനിയന്ത്രിതമായിട്ട് പറ്റില്ല, നിയന്ത്രിതമായിരിക്കണം. നിങ്ങൾക്ക് സുനിലിനും എനിക്കും കൈവീശി നടക്കാം. പക്ഷേ എൻ്റെ കൈ സുനിലിൻ്റെ സമ്മതമില്ലാതെ സുനിലിൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല. മൂക്കിൻ്റെ തുമ്പ് വരെ എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. അപ്പം ആത്മനിയന്ത്രണത്തോടു കൂടി. പിന്നെ വേറൊരു കാര്യമാണ്, ഈ നിൻ്റെ വാക്കുകൾ ഉണ്ട്, ഉവ്വ എന്നും ഇല്ല എന്നും ആകട്ടെ, അതിൽ കൂടുതലുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്ന് ബൈബിളിൽ യേശുദേവൻ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകളുടെ ക്ലാരിറ്റി വേണം. ഇതെന്താണെന്ന് വെച്ചാൽ പുകമറ സൃഷ്ടിച്ചിട്ട് ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ച് ആവിഷ്കരിക്കുമ്പോൾ പുകമറ സൃഷ്ടിച്ച് ആ ചരിത്ര സംഭവത്തിൽ പങ്കാളികളായിരുന്ന ജനങ്ങൾക്കിടയിൽ നിത്യവൈര്യം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു സിനിമയെ കലാസൃഷ്ടി എന്ന് വിശേഷിപ്പിക്കാൻ സാധ്യമേ അല്ല. അതാണ് ഈ കാര്യത്തിൽ എൻ്റെ ഒരു എതിർപ്പിന് ന്യായമുണ്ട്. അത് കാരണം പിന്നെ അത് മാത്രമല്ല, ഇതൊരു ചരിത്ര സംഭവമല്ലേ. അതെ, നമ്മുടെ ദൃഷ്ടിയിൽ കണ്ട ചരിത്ര സംഭവം. ആ ചരിത്ര സംഭവത്തെക്കുറിച്ചൊരു കലാസൃഷ്ടി ചെയ്യുമ്പോൾ അതിന് കലാമേന്മ കുറഞ്ഞു പോകും എന്ന് പറഞ്ഞത് കുമാരനാശാനാണ്. മാപ്പിള ലഹളയെ ആസ്പദമാക്കി ദുരവസ്ഥ എഴുതാൻ വേണ്ടി പോകുമ്പോൾ കുമാരനാശാൻ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സമകാലിക ചരിത്ര സംഭവത്തെ ആസ്പദമാക്കി കവിത എഴുതിയിട്ടില്ല. ആ സമകാലിക ചരിത്ര സംഭവത്തെ ആസ്പദമാക്കി കവിത എഴുതുമ്പോൾ അതിൻ്റെ കാവ്യമേന്മ കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇതൊരു വിലക്ഷണ കാവ്യമാണ് എന്നാണ് പറഞ്ഞത്.
ഓ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വിലക്ഷണ കാവ്യമാണ്. നല്ല കവിതയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതൊരു സമകാലിക സംഭവത്തേക്ക്. പക്ഷെ എന്തിനെഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനോട് പ്രതികരിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പ്രതികരിക്കുകയാണ്. എൻ്റെ മീഡിയം ഇതായതുകൊണ്ട് ഞാൻ ആ മീഡിയത്തിലൂടെ പ്രതികരിക്കുകയാണ്. അപ്പോൾ സമകാലിക സംഭവത്തെ ആസ്പദമാക്കി ഒരു സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടി, ഒരു കവിത എഴുതുമ്പോൾ അത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയും അടിമുടി സത്യസന്ധമായിട്ടും ചെയ്യണം. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്കും ഇതിനകത്ത് ഈ പറയുന്നതാണ് സ്ക്രിപ്റ്റ് എന്നുണ്ടെങ്കിൽ അത് സംവിധാനം ചെയ്ത ഒരാൾക്കും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ല. രണ്ടു കൂട്ടരും സത്യവുമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ. അവർക്ക് എങ്ങനെ ഈ പണം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് അത്രയും ലക്ഷ്യം അതായിരുന്നു. അപ്പോൾ അതിന് അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും വരും. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമാണെന്ന് മാത്രം പറയരുത്. അതെ അതെ, അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എന്തും പറയാനുള്ള അവകാശം തന്നെ. എങ്ങനെയും കാശുണ്ടാക്കിയാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ട അല്ല, അത് വേണ്ടി വരും. അതെ, കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചരിത്ര സംഭവത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതിന് അവ്യക്തത സൃഷ്ടിച്ച് അതിൽ പങ്കാളികളായിരുന്ന ജനങ്ങളിൽ നിത്യവൈര്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചവരാരായിരുന്നാലും അവർ അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുക തന്നെ വേണം. അതാണിപ്പോൾ നമ്മൾ കണ്ടത്. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.